ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരു നാടിന്റെ മുഴുവൻ വികാരമായി മാറുന്നത്? എങ്ങനെയാണ് ഒരു നടന്റെ ചിരിയും കരച്ചിലും ഒരു ജനതയുടെ സ്വന്തം വികാരമായി മാറുന്നത്? മലയാളിക്ക് അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ: മോഹൻലാൽ. അതെ, ഇന്ന് മെയ് 21. മലയാളത്തിന്റെ വിശ്വനായകന്, നമ്മുടെ സ്വന്തം ലാലേട്ടന് ജന്മദിനമാണ്. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി മലയാളിയുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും പ്രണയത്തിലും വിരഹത്തിലുമെല്ലാം ആ ഒരു മുഖമുണ്ട്. ആ ഇടംകണ്ണ് ചിരിച്ചുള്ള ചിരിയും തോൾച്ചരിപ്പുള്ള നടപ്പും കാണാതെ മലയാളിക്ക് എന്ത് സിനിമാസ്വാദനം! 1980 മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ നരേന്ദ്രൻ എന്ന വില്ലനായി ക്യാമറയ്ക്ക് മുന്നിലെത്തുമ്പോൾ ആരും കരുതിയിരിക്കില്ല വരാനിരിക്കുന്നത് മലയാള സിനിമയുടെ സിംഹാസനം ഭരിക്കാൻ പോകുന്ന രാജാവാണെന്ന്. തുടക്കത്തിൽ വില്ലൻ വേഷങ്ങളിലൂടെ വന്ന് പിന്നീട് കോമഡിയും പ്രണയവും ആക്ഷനും ഒരുപോലെ വഴങ്ങുന്ന നായകനിലേക്കുള്ള അദ്ദേഹത്തിന്റെ മാറ്റം ഒരു അത്ഭുതമായിരുന്നു. പവിത്രത്തിലെ ചേട്ടച്ചനായും ഭരതത്തിലെ കല്ലാശ്ശേരി ബാലചന്ദ്രനായും നമ്മുടെ കണ്ണ് നിറയിച്ച ലാലേട്ടൻ നാടുവാഴികളിലും രാജാവിന്റെ മകനിലും നമ്മളെ ആവേശം കൊള്ളിച്ചു. TP ബാലഗോപാലനായും ദാസനായും ജയകൃഷ്ണനായും ഒക്കെ അദ്ദേഹം ജീവിച്ചു കാണിച്ചപ്പോൾ മലയാളി കണ്ടത് തങ്ങളുടെ തന്നെ ജീവിതമായിരുന്നു. സിനിമയിൽ അഭിനയിക്കുകയല്ല, മറിച്ച് ജീവിക്കുകയാണ് എന്ന് നമ്മളെ വിശ്വസിപ്പിച്ച നടനാണ് മോഹൻലാൽ. ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠന്റെ ആ അഹങ്കാരവും തകർച്ചയും, വാനപ്രസ്ഥത്തിലെ കുഞ്ഞിക്കുട്ടന്റെ ആത്മസംഘർഷങ്ങളും, തന്മാത്രയിലെ രമേശൻ നായരുടെ നിസ്സഹായാവസ്ഥയും. ഈ ഭൂമിയിലെ ഏതൊരു നടനാണ് ഇത്രയും അനായാസമായി ഇതൊക്കെ ചെയ്തു തീർക്കാൻ സാധിക്കുക? അദ്ദേഹത്തിന്റെ കണ്ണുകൾ സംസാരിക്കാറുണ്ട്. ആ മുഖത്ത് ഒരു നിമിഷം കൊണ്ട് മിന്നിമറയുന്ന ഭാവങ്ങൾ കാണാൻ വേണ്ടി മാത്രം തിയേറ്ററുകളിൽ ഇരുന്ന ഒരു തലമുറയുണ്ട്. കോമഡി ടൈമിങ്ങിന്റെ കാര്യത്തിൽ ലാലേട്ടനൊപ്പം നിൽക്കാൻ ഇന്നും ഇന്ത്യൻ സിനിമയിൽ മറ്റൊരാളില്ല. ക്ലാസ് മാത്രമല്ല, മാസിന്റെ കാര്യത്തിലും പകരക്കാരനില്ലാത്ത തമ്പുരാനാണ് അദ്ദേഹം. സ്ഫടികത്തിലെ ആടുതോമ മുണ്ടു പറിച്ചടിച്ച് റെയ്ബാൻ ഗ്ലാസ് വെക്കുമ്പോൾ തിയേറ്ററുകളിലുണ്ടായ പൂരം നമ്മൾ മറന്നിട്ടില്ല. 6-ാം തമ്പുരാനിലെ ജഗന്നാഥനായും നരസിംഹത്തിലെ ഇന്ദുചൂടനായും വന്ന് അദ്ദേഹം ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്തെറിഞ്ഞു. പിന്നീട് പുലിമുരുകനായും മലയാളത്തിലെ ആദ്യ 200 കോടി ചിത്രമായ ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളിയായും വന്ന് പ്രായം വെറും അക്കങ്ങൾ മാത്രമാണെന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചു. ലാലേട്ടൻ സ്ക്രീനിൽ മീശ പിരിച്ചാൽ, ആക്ഷൻ ചെയ്താൽ ഇന്നും തിയേറ്ററുകൾ ഇളകി മറിയും. മോഹൻലാൽ എന്നാൽ വെറുമൊരു നടനല്ല, അദ്ദേഹം നമ്മുടെ ഓർമ്മകളുടെ ഒരു വലിയ ക്യാൻവാസ് ആണ്. നമ്മൾ കൂട്ടുകാരോടൊപ്പം കൂടിയിരുന്ന് പറഞ്ഞ ഡയലോഗുകളിൽ പകുതിയും ലാലേട്ടന്റേതായിരുന്നു. നമ്മൾ പ്രണയിച്ചപ്പോൾ പാടിയ പാട്ടുകളിൽ ആ മുഖമായിരുന്നു. തലമുറകൾ എത്ര കഴിഞ്ഞാലും, സിനിമയുടെ സാങ്കേതിക വിദ്യകൾ എത്ര മാറിയാലും, മലയാള സിനിമയുള്ളിടത്തോളം കാലം മോഹൻലാൽ എന്ന പേര് ഇവിടെ തന്നെയുണ്ടാകും. ഒരു അത്ഭുതമായി, ഒരു വിസ്മയമായി. ലാലേട്ട, നിങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ച ആ നല്ല നിമിഷങ്ങൾക്ക്, ആ കഥാപാത്രങ്ങൾക്ക്, ആ വലിയ സിനിമകൾക്ക് നന്ദി. മലയാളികളുടെ സ്വന്തം ലാലേട്ടന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ആയുസ്സും ആരോഗ്യവും നൽകി സർവേശ്വരൻ ഇനിയും ഒരുപാട് കാലം നിങ്ങളെ ഇതേപോലെ നിലനിർത്തട്ടെ.